നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള നിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തം. NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അവകാശ ചങ്ങല തീർത്തു. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കരിദിനം ആചരിച്ചു. ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ആശുപത്രിക്ക് NABH അംഗീകാരം. ഈ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ യുനാനി ഡിസ്പെൻസറിയായി മൊഗ്രാൽ മാറി. മഞ്ചേശ്വരം രാഖം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ സുരക്ഷിതമായ വഴി ഒരുക്കണമെന്നാവശ്യം. ദേശീയപാത സമരസമിതിയുടെ പ്രതിഷേധം ശക്തമാകുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകർക്ക് പരിശീലന പരിപാടി നടത്തി. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം RJD കൺവെൻഷൻ നടന്നു. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടാകില്ലെന്ന് EP ദാമോദരൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അവകാശമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അവകാശ ചങ്ങല തീർത്തു. ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അവകാശമായ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കലക്ട്രേറ്റിൽ അവകാശ ചങ്ങല തീർത്തു. ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 5 ദിവസവും ജീവനക്കാർക്ക് ശമ്പളം നിഷേധിച്ച് കേരള സർക്കാർ സിവിൽ സർവീസിന് ചരമഗീതമെഴുതുകയാണെന്ന് AT ശശി പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KM ജയപ്രകാശ്, വത്സല കൃഷ്ണൻ, VTP രാജേഷ്, MT പ്രസീത, SM രജനി, ജില്ലാ സെക്രട്ടറി M ശ്രീനിവാസൻ, ജില്ലാ ട്രഷറർ VM രാജേഷ്, P കുഞ്ഞികൃഷ്ണൻ, ജഗദീശൻ കരിച്ചേരി, സുജയൻ മക്കനായി, കരുൺ ആദൂർ, രതി വയലപ്രം, K മുരളീധരൻ നായർ, ശ്രീനിമോൻ കാഞ്ഞങ്ങാട്, രതീഷ് ബന്തെടുക്ക, ബാലകൃഷ്ണൻ പെരിയങ്ങാനം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. കേരളത്തിന് അർഹമായ ധനവിഹിതം അനുവദിക്കാതെ ശമ്പളവും പെൻഷനും തടസ്സപ്പെടുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ നടപടിയെന്നാരോപിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ജീവനക്കാരും അധ്യാപകരും ബാഡ്ജ് ധരിച്ച് കരിദിനത്തിൽ പങ്കാളികളായി. വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിചേർന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം K. ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പ്രസാദ് കരുവളം അധ്യക്ഷത വഹിച്ചു. KP ഗംഗാധരൻ, V. ശോഭ എന്നിവർ സംസാരിച്ചു. T. പ്രകാശൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ആശുപത്രിയെ തേടി മറ്റൊരു അംഗീകാരം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയറിൻ്റെ NABH അംഗീകാരമാണ് ലഭിച്ചത്. ഇതോടെ NABH അക്രഡിറ്റേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ യുനാനി ഡിസ്പെൻസറിയായി മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ആശുപത്രി മാറി. വെൽനസ് പ്രോഗ്രാമുകൾ, ചികിത്സ, യോഗ സെഷനുകൾ, റെജിമെൻ്റൽ തെറാപ്പി യൂണിറ്റുകൾ, പാലിയേറ്റീവ് കെയർ സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ മൊഗ്രാൽ ഗവൺമെൻറ് യുനാനി ഡിസ്പെൻസറിയിൽ നൽകുന്ന സമഗ്ര ആരോഗ്യ സേവനങ്ങൾക്കുള്ളതാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയറിൻ്റെ NABH അംഗീകാരം. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളുടെ സ്ഥാപനപരമായ കൺസൾട്ടേഷനുകളുടെയും പൊതുജനാരോഗ്യ ബോധവൽക്കരണ പരിപാടികളുടെയും ഗ്രൗണ്ട് ലെവൽ നടപ്പിലാക്കൽ ഈ അംഗീകാരം കൈവരിക്കുന്നതിൽ നിർണായകമായി.
ഇതോടെ NABH അക്രഡിറ്റേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ യുനാനി ഡിസ്പെൻസറിയായി മൊഗ്രാൽ ഗവൺമെൻറ് യുനാനി ആശുപത്രി മാറി. അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിന് പിന്നാലെ മൊഗ്രാൽ യുനാനി ആശുപത്രി ദേശീയ നിലവാരത്തിൽ ഉയർന്നു നിൽക്കുമ്പോഴും ഇവിടെ മരുന്ന് ക്ഷാമത്തിന് പൂർണ്ണ പരിഹാരമായിട്ടില്ല. രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവിനനുസരിച്ച് മരുന്നിന് പഞ്ചായത്ത് അനുവദിക്കുന്ന തുക തികയാത്ത സ്ഥിതിയാണ്. 2 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷമായി തുക വർദ്ധിപ്പിച്ചിട്ടും മരുന്നിന് മാത്രമാണ് ലഭിക്കുന്നത്. പ്രതിവർഷം ഈ തുക 25 ലക്ഷമായി വർദ്ധിപ്പിച്ചാൽ മരുന്ന് ക്ഷാമം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. രോഗികൾക്ക് ആവശ്യമുള്ള മരുന്ന് ലഭ്യമല്ല. പഞ്ചായത്ത് 25,000 രൂപയുടെയോ അല്ലെങ്കിൽ 20,000 രൂപയുടെയോ മരുന്നിന് വേണ്ടി ഫണ്ട് അനുവദിച്ചാൽ അത് ഒരാഴ്ച കൊണ്ട് ആ മരുന്ന് തീരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ പല ഭാഗത്തു നിന്നും ദിവസവും 100-150ഓളം ആൾക്കാർ ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നുണ്ട്. ഓരോ ദിവസവും 150 ടോക്കൺ കൊടുക്കുന്നുണ്ട്. വളരെ ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ മരുന്നിൻ്റെ കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ കിടത്തി ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് സർക്കാർ തലത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് MLA മറ്റൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതുവരെ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളായിട്ടില്ല. മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി കൂടി വന്നാൽ തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ആശുപത്രിയായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ നാട്ടുകാർക്കുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് പുറമെ ദക്ഷിണ കർണാടകയിൽ നിന്നടക്കം ചികിത്സയ്ക്കായി ആളുകൾ മൊഗ്രാൽ ഗവൺമെൻറ് യുനാനി ഡിസ്പെൻസറിയിൽ എത്തുന്നുണ്ട്. ധൻരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഉപജില്ലാതല കിളികൾക്കൊരു തണ്ണീർക്കുടം പദ്ധതി ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. KSTA സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഉപജില്ലാതല കിളികൾക്കൊരു തണ്ണീർക്കുടം പദ്ധതി ഉദ്ഘാടനം നടന്നു. KSTA സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. K. അശോകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് KG, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് C, മാലതി A, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രേംരാജ് K, വിൻസിമോൾ VG എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സബ് ജില്ലാ സെക്രട്ടറി A. മധുസൂദനൻ സ്വാഗതവും ട്രഷറർ മധു പ്രശാന്ത് T നന്ദിയും പറഞ്ഞു. വരും ദിനങ്ങളിൽ വിവിധ വിദ്യാലയങ്ങളിലേക്കും അധ്യാപകരുടെ വീടുകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSTA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദാഹജലം ജീവജലം പരിപാടിയുടെ ഭാഗമായുള്ള തണ്ണീർ പന്തലിൻ്റെ കാസർഗോഡ് ഉപജില്ലാതല ഉദ്ഘാടനം ജനറൽ ആശുപത്രിയിൽ നടന്നു. KSTA ജില്ലാ സെക്രട്ടറി T. പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. KSTA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദാഹജലം ജീവജലം പരിപാടിയുടെ ഭാഗമായുള്ള തണ്ണീർ പന്തലിൻ്റെ കാസർഗോഡ് ഉപജില്ലാതല ഉദ്ഘാടനം ജനറൽ ആശുപത്രിയിൽ നടന്നു. KSTA ജില്ലാ സെക്രട്ടറി T. പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രശേഖരൻ PP അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് KG, ജില്ലാ എക്സിക്യൂട്ടീവ് മാലതി A, ശ്രീകുമാർ A, ജില്ലാ കമ്മിറ്റി അംഗമായ വിൻസിമോൾ VG എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി A. മധുസൂദനൻ സ്വാഗതവും ഉപജില്ലാ ട്രഷറർ മധു പ്രശാന്ത് T നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി വ്യാഴാഴ്ച റേഷൻ കടകൾ അടച്ചിട്ട് സെക്രട്ടേറിയറ്റിനു മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ധർണ നടത്തും. റേഷൻ വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭക്ഷ്യ ഭദ്രതാ നിയമം നടപ്പിൽ വന്നതിനു ശേഷം റേഷൻ വ്യാപാരികൾക്ക് ഒരു വേതന പാക്കേജ് 2018 നടപ്പിലാക്കിയിരുന്നുവെന്നും 45 ക്വിൻ്റൽ വരെ വിൽപ്പനയുള്ള വ്യാപാരികൾക്ക് 18,000 രൂപ വരെ മിനിമം വേതനം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും ഭൂരിപക്ഷം വ്യാപാരികൾക്കും അത് ലഭിക്കുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. നവകേരള യാത്രയിൽ റേഷൻ സംഘടനാ പ്രതിനിധികൾ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ സമർപ്പിച്ചുവെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ സംയുക്ത സമരസമിതി രൂപീകരിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാളെ കേരളത്തിലെ എല്ലാ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ടുള്ള വലിയ ഒരു സമരപരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റേഷൻ സംഘടനകളും ഈ സമരരംഗത്തുണ്ട്.
14,000 ചില്ലറ റേഷൻ കടകൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിൽ 10,000 കടകളും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 10,000 മുതൽ 18,000 വരെ വരുമാനം കിട്ടുന്ന റേഷൻ കടകൾ 2,402 കടകളാണ്. ഇത്രയും കടകൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയത്തില്ല. കടവാടക, സെയിൽസ്മാൻ്റെ വരുമാനം, കറണ്ട് ചാർജ്, മറ്റ് ചിലവുകളൊക്കെ കണക്കാക്കുമ്പോൾ റേഷൻ വ്യാപാരി കയ്യിൽ നിന്ന് കാശ് അന്വേഷിച്ച് കട നടത്തേണ്ടുന്ന ഗതികേടിലേക്ക് റേഷൻ വ്യാപാരി മാറിയിരിക്കുകയാണ്. 9,909 റേഷൻ കടകൾ ആദായകരമല്ലാത്ത, എന്നുവെച്ചാൽ നടത്തുന്ന ലൈസൻസിക്ക് അവൻ്റെ കുടുംബം പുലർത്താൻ വരുമാനം കിട്ടാത്ത കടകളായി മാറിയിരിക്കുന്നു എന്നർത്ഥം. നിലവിൽ റേഷൻ കടകൾ വഴി നൽകി വരുന്ന അരിയാണ് ഭാരത് അരി എന്ന പേരിൽ 29 രൂപയ്ക്ക് കേന്ദ്രം വിൽക്കുന്നത്. ഇത് വെറും രാഷ്ട്രീയ മുതലെടുപ്പാണ്. ചുരുക്കത്തിൽ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ അരിവില വർദ്ധിക്കുവാൻ ഇത് കാരണമാകുന്ന സ്ഥിതിയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. സി മോഹനൻ പിള്ള, പി ശരത്, കെ സി രവി, സി ബാലകൃഷ്ണ ബള്ളാൾ, എ നടരാജൻ, എം വി നാരായണൻ, പി കെ അബ്ദുൽ റഹ്മാൻ, സതീശൻ ഇടവേലി, എ റഹീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചട്ടഞ്ചാൽ MIC അലുമിനി ക്രിക്കറ്റ് ഫെസ്റ്റിൽ നാലപ്പാട് സൂപ്പർ കിങ്സ് ജേതാക്കൾ. MIC ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ ഭാഗമായി മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയാണ് ക്രിക്കറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചട്ടഞ്ചാൽ MIC ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ ഭാഗമായി മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിക്കറ്റ് ഫെസ്റ്റിൽ നാലപ്പാട് സൂപ്പർ കിങ്സ് ജേതാക്കളായി. മിക്കാഡോസ് 2ാം സ്ഥാനം നേടി. സമ്മാനദാന ചടങ്ങിൽ മൂസ ബാസിത്ത് അധ്യക്ഷത വഹിച്ചു. അബ്ബാസ് ചെർക്കള, നിസാർ തായൽ, ഹസൻ TD, ഹംസ, ജവാദ് വടക്കേക്കര, ജുനൈദ് റഹ്മാൻ, റിഷാദ് കോവൽ, ഷെഫീഖ് നാലപ്പാട്, ഷെഫീൽ, സുഹൈൽ, ജാവിർ, റിയാസ്, ബഷീർ, മൊയ്തു മെട്രോ കാർഗോ, സിദ്ദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ബാത്തിഷ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടാകില്ലെന്നും രാജ്യത്തെ ജനാധിപത്യം പാടെ ഇല്ലാതാകുമെന്നും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി EP ദാമോദരൻ ആരോപിച്ചു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം RJD കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഏകാധിപത്യത്തിൻ്റെ വഴിയിലാണെന്നും നാം നേടിയതെന്ന് വിശ്വസിക്കുന്നതെല്ലാം ഇല്ലാതാകുന്ന അവസ്ഥ സംജാതമാക്കുകയാണെന്നും EP ദാമോദരൻ കൂട്ടിച്ചേർത്തു. രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ഐക്യത്തിനും വേണ്ടി അധികാരം വലിച്ചെറിഞ്ഞ പാരമ്പര്യമാണ് സോഷ്യലിസ്റ്റുകളുടേതെന്നും ദാമോദരൻ പറഞ്ഞു. 20 ലക്ഷം പട്ടാളമുള്ള രാജ്യത്തിന്റെ ഭരണകൂടം തെരുവിൽ നോക്കി നിന്ന് മൗനം പാലിച്ച ഒരു ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിക്ക് ഭാരതരത്നം നൽകുക എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കുക എന്നാണ് അർത്ഥം. അത് സ്വീകരിച്ച കോൺഗ്രസും അത് സ്വീകരിക്കരുതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. വല്ലാത്തൊരു കോലത്തിലേക്കാണ് പോകുന്നത് ഈ രാജ്യം. മതേതരത്വം എന്നുള്ള വാക്കൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഭരണഘടനയുടെ കോപ്പി കൊടുത്തിട്ടുണ്ട് പാർലമെന്റ് അംഗങ്ങൾക്ക് കഴിഞ്ഞ ദിവസം. പി കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം M കുഞ്ഞമ്പാടി, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഗിരിജൻ, സെക്രട്ടറി TTV കുഞ്ഞികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറിമാരായ അലി കുമ്പള, EV ഗണേശൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, PV തമ്പാൻ, E ബാലകൃഷ്ണൻ, ദാസൻ പയ്യന്നൂർ, മുകുന്ദൻ കല്യാശ്ശേരി, PP രാജൻ, സിദ്ദിഖ് അലി മൊഗ്രാൽ, K മുഹമ്മദ് സാലി, സിദ്ദിഖ് റഹ്മാൻ, VK ചന്ദ്രൻ, T അജിത, TV ഷീജ, അഡ്വക്കേറ്റ് രമാദേവി എന്നിവർ സംസാരിച്ചു. RJD പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി M കുഞ്ഞമ്പാടിയെ ചെയർമാനായും EV ഗണേശനെ ജനറൽ കൺവീനറായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പോലീസ് ഗെയിംസ് ദേശീയ സെപക് താക്രോയിൽ വെങ്കലം നേടിയ കേരള ടീമിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും പങ്കെടുത്ത 4 താരങ്ങൾക്കും പരിശീലകനും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളും സെപക് താക്രോ സംഘാടകരും പങ്കെടുത്തു. ദേശീയ പോലീസ് ഗെയിംസിൽ പുരുഷ വിഭാഗം സെപക് താക്രോ ടീം ഈവന്റിൽ കേരളം ആദ്യമായാണ് മെഡൽ നേട്ടം സ്വന്തമാക്കിയത്.
ട്രെയിനിൽ തൃക്കരിപ്പൂരിലിറങ്ങിയ കേരള ടീമിന്റെ കുപ്പായമണിഞ്ഞ കാസർഗോഡ് ജില്ലക്കാരായ കളിക്കാർക്കും പരിശീലകനുമാണ് സ്വീകരണം നൽകിയത്. സെപക് താക്രോ കേരള ടീം വൈസ് ക്യാപ്റ്റൻ KV രാജീവൻ, ടീം അംഗങ്ങളായ പ്രശാന്ത് ബംഗളം, A ജ്യോതിഷ്, P ഷിജു, കേരള ടീം പരിശീലകൻ KV ബാബു എന്നിവർക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രതിനിധികളായ K മധുസൂദനൻ, TV ബാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PP അശോകൻ, KV ബിജു, K അബ്ദുൽ ഷുക്കൂർ, TM സിദ്ദീഖ്, MTP ബഷീർ, NKP ഇർഷാദ്, ശബരിദാസ് ബാലൻ, V ഷൈനി, MK റീനാകുമാരി, L ധനുൽ കൃഷ്ണൻ, C വൈശാഖ് എന്നിവർ സ്വീകരണത്തിൽ സംസാരിച്ചു. തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉത്തര മലബാറിലെ പ്രധാന കാവുകളിലൊന്നായ അന്നൂർ തലയന്നേരി പൂമാല കാവിൽ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് വലിയ കഞ്ഞി നിവേദ്യമൊരുങ്ങി. വടക്കൻ കേരളത്തിലെ കാവുകളിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ചടങ്ങാണിത്. പൂരാഘോഷത്തിൻ്റെ തുടക്കമായ മീനമാസത്തിലെ കാർത്തിക നാളിന് മുൻപേയുള്ള 16 ദിവസങ്ങളിലെ ഞായർ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലാണ് വിശേഷപ്പെട്ട വലിയ കഞ്ഞി നിവേദ്യമൊരുക്കുന്നത്. ജാതി ചിന്തകളില്ലാതെ ക്ഷേത്രം നൽകുന്ന വിവരമനുസരിച്ച് അരി, ചക്ക, ചേന, പച്ചക്കായ, പച്ചമാങ്ങ, മത്തൻ, വെള്ളരി, കക്കിരി, തേങ്ങ, എണ്ണ, തൈര് തുടങ്ങിയ വലിയ കഞ്ഞിക്കുള്ള സാധനങ്ങൾ സമീപത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വീടുകളിൽ എത്തിക്കും. അവിടെ നിന്ന് സ്ത്രീകൾ എടുത്തു പിടിച്ച് വരവ് എന്ന ചടങ്ങിലൂടെ ക്ഷേത്രത്തിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്നു. ക്ഷേത്രനടയിലെത്തിയ വിഭവങ്ങൾക്ക് അന്തിതിരിയൻ മഞ്ഞൾ കുറിയിട്ട് ശുദ്ധി വരുത്തുന്നു. തുടർന്ന് വിഭവങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും കാവുമായി ബന്ധമുള്ള കോയ്മമാർക്കും ഒരു നേരത്തേക്കുള്ള വിഭവങ്ങൾ നൽകിയ ശേഷം ബാക്കി മുഴുവനും ഉപയോഗിച്ചാണ് സ്വാദിഷ്ടമായ കഞ്ഞി തയ്യാറാക്കുന്നത്. വലിയ കഞ്ഞി എന്ന് പറയുന്നത് ഒരു സദ്യയ്ക്ക് സമാനമായിട്ട്, അതിന് സാധാരണ രീതിയിൽ മുമ്പൊക്കെ 101 സേറ് ഇടങ്ങഴി അരി, അതിപ്പോൾ 150 ഒക്കെ ആയിട്ടുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ട് അതിന് വേണ്ട ചക്കയും ചേനയും കായ് തുടങ്ങിയ വിഭവങ്ങൾ, ഒരു സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത് പ്രാർത്ഥന എന്ന് പറയുന്നത് സന്താനം ഇല്ലാത്ത സന്താന സൗഭാഗ്യത്തിന് വേണ്ടി സന്താനം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് എൻ്റെ വകയായിട്ടൊരു വലിയ കഞ്ഞി കഴിപ്പിച്ചു കൊള്ളാമെന്ന് നടയിൽ വെച്ച് സ്ത്രീകൾ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് സൗഭാഗ്യമുണ്ടായാൽ അവർ ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് അതിൻ്റെ തീയതി വാങ്ങുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കളിക്കാർക്കും നമ്മുടെ പ്രദേശത്തിലെ എല്ലാ ഭക്തർ ജനങ്ങൾക്കും ഒന്നിച്ച് വിളമ്പി കൊടുക്കുന്ന രീതിയിലുള്ളതാണ് ഈ വലിയ കഞ്ഞി എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ 101 സേർ പുഴുക്കലരിക്കനുസരിച്ച് വിഭവങ്ങൾ എന്നത് ഇപ്പോൾ 200 സേർ അരിക്കുള്ളതായി വർദ്ധിച്ചിട്ടുണ്ട്. ചക്കയാണ് കറിയിൽ പ്രധാനമെങ്കിലും പച്ചക്കായ, കടല, ചേന ചേർത്തുള്ള കറിയും പച്ചമാങ്ങയും തൈരും ചേർത്തുള്ള പച്ചടിയും വലിയ കഞ്ഞിയിലുണ്ടാകും. ഓരോ വർഷവും മീനമാസത്തിലെ 4-5 ദിവസങ്ങളിൽ മാത്രമേ വലിയ കഞ്ഞി നടത്താറുള്ളൂ. ആദ്യകാലങ്ങളിൽ കാവിലെ പൂരക്കുഞ്ഞുങ്ങളും പൂരക്കളി പരിശീലനം നടത്തുന്ന ബാല്യക്കാരും കഴിച്ചിരുന്ന കഞ്ഞി ഇന്ന് കൂട്ടമായെത്തി കഴിക്കുന്ന പ്രസാദമായി മാറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകർക്ക് പരിശീലന പരിപാടി നടത്തി. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി മാധ്യമപ്രവർത്തകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. Representation of People Act 1951 Section 126 നിങ്ങളെല്ലാവരും വളരെ പരിചയപ്പെട്ട ഒരു സെക്ഷനാണ്. സൈലന്റ് പീരിയഡ്, അതായത് ഇലക്ഷൻ ലാസ്റ്റ് 48 hours ഒരു സൈലന്റ് പീരീഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ സൈലന്റ് പീരീഡിൽ ഇലക്ഷൻ റിലേറ്റഡ് ഇലക്ഷൻ മാറ്റേഴ്സ് ഒന്നും തന്നെ നമ്മൾ ഏത് ഒരു മീഡിയയിലും അവതരിക്കാൻ പാടില്ല. അതാണ് ഈ സൈലന്റ് പീരീഡിൽ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ there is imprisonment for 2 years. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് മാസ്റ്റർ ട്രെയിനർ BN സുരേഷ്, സ്റ്റേറ്റ് മാസ്റ്റർ ട്രെയിനർ സജിത്ത് പലേരി, ട്രെയിനിംഗ് നോഡൽ ഓഫീസർ സൂഫിയാൻ അഹമ്മദ്, ട്രെയിനിംഗ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ K ബാലകൃഷ്ണൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ, ജില്ലാ ലോ ഓഫീസർ K മുഹമ്മദ് കുഞ്ഞി, പ്രൊഫസർ V ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അണങ്കൂർ GLP സ്കൂളിൽ നടന്ന പഠനോത്സവം 2024 വർണ്ണാഭമായി. സ്കൂൾ കുട്ടികൾ തങ്ങളുടെ പഠന മികവ് വിവിധ വിഷയങ്ങളിലായി അവതരിപ്പിച്ചു.
അണങ്കൂർ GLP സ്കൂളിൽ നടന്ന പഠനോത്സവം 2024 വർണ്ണാഭമായി. സ്കൂൾ കുട്ടികൾ തങ്ങളുടെ പഠന മികവ് പഠനോത്സവത്തിൽ വിവിധ വിഷയങ്ങളിലായി അവതരിപ്പിച്ചു. കാസർഗോഡ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഏത് വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്, ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം നന്നായി പഠിച്ചുകൊണ്ട് ഏത് മേഖലയായാലും സാർ നമുക്ക് ഒരുപാട് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ഏതിലും കുട്ടികൾ നോക്കാം. നമുക്ക് ഏറ്റവും രസകരമായി നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന വിഷയം അതിൽ നിങ്ങൾ പ്രധാനം നൽകിക്കൊടുത്തത് നമ്മുടെ ജീവിതശൈലിയും പഠനശൈലിയും മാറ്റം വരും. സ്കൂൾ MPTA പ്രസിഡന്റ് ജയലക്ഷ്മി K അധ്യക്ഷത വഹിച്ചു. BRC കോർഡിനേറ്റർ ഹക്കീം കടവത്ത് മുഖ്യാതിഥിയായിരുന്നു. SRG കൺവീനർ സ്നേഹലത ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശാന്തി ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ വഹാബ് നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം രാഖം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ സുരക്ഷിതമായ വഴി ഒരുക്കണമെന്ന ആവശ്യം. ദേശീയപാത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 7ാം ദിവസം പിന്നിട്ടു. മഞ്ചേശ്വരം രാഖം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ സുരക്ഷിതമായ വഴി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 7ാം ദിവസം പിന്നിട്ടു. നാട്ടുകാർ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നറിയിച്ച് വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് അധികൃതർക്ക് തലവേദനയാകുന്നുണ്ട്. ഹൈവേ മുറിച്ചു കടക്കുവാൻ എന്തെങ്കിലും ബദൽ സംവിധാനത്തിനായി കാത്തുനിന്ന ഇവിടത്തെ ജനങ്ങളെ കരാറുകാർ വഞ്ചിച്ചതായുള്ള ആരോപണമാണ് ഉയരുന്നത്. സർക്കാർ ആശുപത്രി, ഗോവിന്ദപ്പൈ കോളേജ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി ഒട്ടേറെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന രാഖം ജംഗ്ഷനിൽ 6-വരിപ്പാതയുടെ പണി അന്തിമഘട്ടത്തിലെത്തിയെങ്കിലും ഇതുവരെയും റോഡ് മുറിച്ചു കടക്കുവാൻ ബദൽ സംവിധാനം ഒരുക്കാത്തതിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. 7ാം ദിവസമായ ചൊവ്വാഴ്ച നടന്ന പ്രതിഷേധത്തിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കുകയും പിന്തുണ അറിയിക്കുകയും രാഖം ജംഗ്ഷൻ പ്രദേശവാസികൾക്ക് നീതി ലഭിക്കുന്നതുവരെ സമരത്തിൽ സജീവമായി പങ്കെടുക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ചൊവ്വാഴ്ചത്തെ സമരം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ റോഡ് അതോറിറ്റി ഉദ്യോഗസ്ഥരെ കാണുമെന്നും മഞ്ചേശ്വരത്ത് സുരക്ഷിതമായ റോഡ് ക്രോസിംഗ് ക്രമീകരിക്കുവാൻ ആവശ്യപ്പെടുമെന്നും MLA ഉറപ്പു നൽകി. അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരക്കാരൊരു കാര്യം മനസ്സിലാക്കണം. മഞ്ചേശ്വരത്തിന് ഒരു ചരിത്രമുണ്ട്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആളുകൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മഞ്ചേശ്വരത്തെ ജനപ്രതിനിധികൾ രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി ശ്രമിച്ച ഒരു പാരമ്പര്യവും സമ്പന്നമായ ഭൂതകാല ചരിത്രമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. മഞ്ചേശ്വരത്തെ ഇവിടെയുള്ള അണ്ടർപാസ് എന്ന് പറയുന്നത് മഞ്ചേശ്വരക്കാരുടെ മാത്രം ആവശ്യമല്ല, അത് നിങ്ങളുടെ മുമ്പിൽ ഉറപ്പിച്ചു പറയുന്നു. അത് ഓരോ മഞ്ചേശ്വരം മണ്ഡലക്കാരന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിറ്റിയിലെ അണ്ടർപാസിന്റെ ആവശ്യം എന്നുള്ളത് നമുക്കൊക്കെ നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ റഹ്മാൻ ഉൾപ്പെടെ പൊതുജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടെ 100 കണക്കിന് പേർ സംബന്ധിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
അരവത്ത് വടക്കേക്കര കുഞ്ഞിരാമൻ വൈദ്യരുടെ 37ാമത് അനുസ്മരണം നടന്നു. കാസർഗോഡ് ജില്ലാ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഹേഷ് PS ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ വിചക്ഷണനും സംസ്കൃതം പണ്ഡിതനുമായിരുന്ന വടക്കേക്കര കുഞ്ഞിരാമൻ വൈദ്യരുടെ 37ാമത് അനുസ്മരണം അരവത്ത് വടക്കേക്കര വീട്ടിൽ വെച്ച് നടത്തി. സംസ്കൃതം പണ്ഡിറ്റ് നന്ദകുമാർ അരവത്തിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പരിപാടി കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഹേഷ് PS ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത പണ്ഡിറ്റ് നന്ദകുമാർ അരവത്ത് രചിച്ച ആപ്ത വാക്യാർത്ഥ ബോധിനി എന്ന പുസ്തകം മുൻ DYSP കെ ദാമോദരൻ, പ്രശസ്ത പ്രാശ്നികൻ രാമചന്ദ്രൻ തച്ചങ്ങാടിന് നൽകി പ്രകാശനം ചെയ്തു. ആയുർവേദ രംഗത്തെ വിശിഷ്ട സേവനത്തിന് ഡോക്ടർ ശ്യാംപ്രസാദ് M, ഡോക്ടർ അഞ്ജു P രാമചന്ദ്രൻ എന്നിവരെയും, വിശിഷ്ട ജ്യോതിഷ സേവനത്തിന് രാമചന്ദ്രൻ തച്ചങ്ങാടിനെയും, സംസ്കൃതം പഠന പുരോഗതിക്ക് പൃഥ്വിരാജിനെയും ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ വിശ്വനാഥ് K, ഡോക്ടർ ബാലദേവാനന്ദ സാഗർ, രാജേഷ് കുമാർ തച്ചങ്ങാട് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. M ബാലകൃഷ്ണൻ സ്വാഗതവും ജഗദീഷ് നന്ദിയും പറഞ്ഞു. ജലസംരക്ഷണ യജ്ഞം നടത്തി ഒട്ടമല വനസംരക്ഷണ സമിതി. സർപ്പ പഗ്മാർക്ക് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഒട്ടമല വനത്തിനുള്ളിൽ 6ഓളം നീരുറവകൾ കണ്ടെത്തി ചെറുകുളങ്ങളും ബ്രഷ്വുഡ് ചെക്ക് ഡാമുകളും നിർമ്മിച്ചു. ഓട്ടമല വനസംരക്ഷണ സമിതിയും സർപ്പ പഗ്മാർക്ക് ഫൗണ്ടേഷനും സംയുക്തമായി എല്ലാ വർഷവും ഇത്തരത്തിൽ വനത്തിനുള്ളിൽ നീരുറവകൾ കണ്ടെത്തി സംരക്ഷിച്ചു നിർത്താറുണ്ട്. ഈ വർഷം ഓട്ടമല വനത്തിനുള്ളിൽ 6ഓളം നീരുറവകൾ കണ്ടെത്തി ചെറുകുളങ്ങളും ബ്രഷ്വുഡ് ചെക്ക് ഡാമുകളുമാണ് നിർമ്മിച്ചത്. ഇത്തരം പ്രവൃത്തി വന്യജീവികൾക്ക് ജലലഭ്യതയ്ക്കും അതുപോലെ ഭൂമിയുടെ ഭൂഗർഭജല വിതാനം ഉയർത്തുന്നതിനും സഹായകമാകും. വന്യമൃഗങ്ങൾ വെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ തൊട്ടടുത്ത് കാടാണെങ്കിൽ തൊട്ടടുത്ത് നാടാണ്. അപ്പോൾ നാടിന്റെ ഭൂഗർഭജലം ഉയർത്താൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാ വർഷവും ഇത് നമ്മളിങ്ങനെ തുറന്നു വരുന്നുണ്ട്. ഇപ്പം ഇതെല്ലാം സർപ്പയുടെയും അതുപോലെ പക്മാർക്കിന്റെയും സമിതിയുടെയും സന്നദ്ധ പ്രവർത്തകരാണ്. അപ്പം നമ്മൾ ഫ്രീ ആയിട്ടാണ് അവർ ഇതെല്ലാം ചെയ്തു വരുന്നത്. ഇത്തരത്തിൽ ചെറുകുളങ്ങൾ നിർമ്മിക്കുന്നതോടെ വന്യമൃഗങ്ങൾ വെള്ളം തേടി നാട്ടിലേക്കിറങ്ങുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും. പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായാണ് ചെറുകുളങ്ങളും ബ്രഷ്വുഡ് ചെക്ക് ഡാമുകളും നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാഞ്ഞങ്ങാട് കല്യാണം മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. മാവുങ്കാൽ കല്യാണം ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ 3 ദിവസങ്ങളിലായി നടന്ന പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. സമാപന ദിനത്തിൽ തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ വിശ്വാസികൾ ദർശന സായുജ്യത്തിന്റെ ധന്യനിമിഷങ്ങളിൽ മുത്തപ്പദേവന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി. തുടർന്ന് തുലാഭാരവും നടത്തി. ദൈവത്തെ മലകയറ്റൽ ചടങ്ങോടുകൂടിയാണ് 3 ദിവസങ്ങളിലായി നടത്തിയ മഹോത്സവത്തിന് സമാപനം കുറിച്ചത്. അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീ ചാമുണ്ടിയമ്മ പള്ളിയറ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കമായി. ആചാര്യ വരവേൽപ്പ് നടന്നു. 3 ദിവസങ്ങളിലായി നടത്തുന്ന അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീ ചാമുണ്ടിയമ്മ പള്ളിയറ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ആദ്യ ദിനത്തിൽ ആചാര്യ വരവേൽപ്പ് നടത്തി. തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് തായരെ പൂർണ്ണകുംഭത്തോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. വ്യാഴാഴ്ച രാവിലെ മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് പ്രസാദ പ്രതിഷ്ഠ. പകൽ 8:50 മുതൽ 10:39 വരെയുള്ള ഉത്രാടം 4-ാം കാലിൽ മേടം രാശിയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് തായരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പീഠപ്രതിഷ്ഠ നടക്കും. തുടർന്ന് പ്രസാദ വിതരണം. ഭക്തർക്ക് അന്നപ്രസാദവും നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള നിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തം. NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അവകാശ ചങ്ങല തീർത്തു. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കരിദിനം ആചരിച്ചു. ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ആശുപത്രിക്ക് NABH അംഗീകാരം. ഈ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ യുനാനി ഡിസ്പെൻസറിയായി മൊഗ്രാൽ മാറി. മഞ്ചേശ്വരം രാഖം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ സുരക്ഷിതമായ വഴി ഒരുക്കണമെന്ന ആവശ്യം. ദേശീയപാത സമരസമിതിയുടെ പ്രതിഷേധം ശക്തമാകുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകർക്ക് പരിശീലന പരിപാടി നടത്തി. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം RJD കൺവെൻഷൻ നടന്നു. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടാകില്ലെന്ന് EP ദാമോദരൻ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.